ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവരും എന്നാ പറയുന്നു? സുഖാണോ? അപ്പോൾ നമ്മുടെ ചാനലിലെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം 6 മാസമായിട്ടോ. 6 മാസമായിട്ട് ഞാൻ ഒരു ലോങ് വീഡിയോ പോലും ഇട്ടിട്ടില്ല കേട്ടോ. ഷോർട്സ് വീഡിയോസ് എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഇടാറുണ്ട്. ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ ഡെയിലി വീഡിയോസൊക്കെ ഇടാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വ്ളോഗാണ് കേട്ടോ. ഭയങ്കര വലിയ സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല കേട്ടോ. ഒരു സാധാരണ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അതിൽ കുറച്ച് കുറച്ച് സന്തോഷങ്ങൾ, നമ്മുടേതായിട്ടുള്ള ചെറിയ സ്പെഷ്യൽ മൊമെൻറ്റ്സ് മാത്രമാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സന്തോഷവും സമാധാനമൊക്കെ ഇട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ആദ്യം തൊട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിൽ. ഞാൻ അവരോടൊക്കെ എൻ്റെ താങ്ക്സ് പറയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുറിക്കുന്ന കേക്കും ഈ ഫുഡും ഒക്കെ നിങ്ങൾക്ക് തരണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തരുവാണ് കേട്ടോ. സത്യത്തിൽ ഇന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണമെന്നോ അങ്ങനത്തെ ഒരു പ്ലാനിംഗ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. വേണമെങ്കിൽ വൈകിട്ട് വല്ല ഫുഡ് വെളിയിൽ നിന്ന് വാങ്ങിക്കുവോ അങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ള പ്ലാനിലായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഞാൻ ഓർത്തു എന്നാൽ വേണ്ട, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. എനിക്കാണെങ്കിൽ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്തെങ്കിലും എന്താ പറയുന്നത്, ടൈം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മൂഡ് എല്ലാം ഓക്കെ ആയിരിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ അതിനോടൊരു ഇതല്ല. ചെയ്യുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമല്ലോ. അത് ആഗ്രഹത്തോടും കൂടെ മറ്റുള്ളവർ കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ സ്നേഹത്തോടു കൂടി ചെയ്താലേ ഏതൊരു ഫുഡും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാകത്തുള്ളതെന്ന് എനിക്ക് തോന്നിയത്. നമ്മളിങ്ങനെ മനസ്സോടുകൂടെയൊക്കെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാവില്ല. അപ്പോൾ എന്തുണ്ടാക്കണമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് മിനിഞ്ഞാന്ന് സുബിനാണ് കുറച്ച് പ്രോൺസ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം ഞാൻ ഈ ചെമ്മീനും മാങ്ങയൊക്കെ ഇട്ട് കുറച്ച് കറി വെച്ചായിരുന്നു. അപ്പോൾ അത് സുബിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നാൽ അതേപോലെ വെക്കടീന്നും പറഞ്ഞ് കൊണ്ടുവന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ആ പ്രോൺസ് വെച്ചിട്ടൊരു എന്താണ് പ്രോൺസ് ബിരിയാണി ഒന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. എങ്കിലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് ബ്ലിങ്കിറ്റിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് സാധനങ്ങളൊക്കെ ഇതാന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ വന്നു. അങ്ങനെ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാനൊരു വൈകുന്നേരം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഉണ്ടാക്കാൻ നിന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് സെറ്റായിട്ട് നിന്നിട്ടാണ് നമ്മുടെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചായ കുടിച്ചാലും ഒരു ഉഷാറ് കിട്ടുമല്ലോ. എനിക്കങ്ങനെയാണ്, ഞാൻ ഭയങ്കര ചായപ്രാന്തിയാണ് കേട്ടോ. എന്നെപ്പോലെ ചായപ്രാന്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ മിൻറ്റ് ലീവ്സും കുറച്ച് അല്ലാത്ത നമ്മുടെ കൊറിയാണ്ടർ ലീവ്സ് അതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇല്ലാഞ്ഞ കുറേ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു. നട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അരി എൻ്റെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേറെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് അല്ല, കൈമ റൈസാണ് വാങ്ങിയത് കേട്ടോ. അപ്പം നമുക്കങ്ങനെ ബിരിയാണി പ്രിപ്പറേഷനിലേക്ക് ഞാൻ കിടക്കുകയാണ് കേട്ടോ. റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്കൊക്കെ എന്നെക്കാളും നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾക്കാരായിരിക്കുമല്ലോ. പിന്നെ ഇതിപ്പോൾ നമ്മൾ പുതിയ ഫ്ലാറ്റിലേക്ക് മാറിയിട്ട് ഇവിടെ വെച്ചിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ കിച്ചണൊക്കെ നിങ്ങളിങ്ങനെ കാണുന്നുണ്ടല്ലോ. സോ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് വ്യൂസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞാൻ സെറ്റപ്പ് ആക്കി ഇങ്ങനെ എടുത്തുകൊണ്ട് വരുവാണ് കേട്ടോ. എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ ചെറിയ ചെറിയ ഡെക്കറേഷൻ പരിപാടികളും കുറച്ച് ലൈറ്റും ഒക്കെ ഇട്ടാലേ എനിക്ക് എൻ്റെ ഒരു വൈബ് കിട്ടത്തുള്ളേ. ചിലർക്കൊക്കെ ഇതൊരു ആർഭാടമായിട്ടും ഭ്രാന്തൊക്കെ ആയിട്ടും തോന്നിയേക്കാം. ചില സമയങ്ങളിൽ നമ്മുടെ കൊച്ചു കൊച്ചു വട്ടുകളൊക്കെ നമുക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ അതൊക്കെ പിന്തുടരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. എല്ലാം ആയിട്ട് നമുക്കെല്ലാം ചെയ്യാമെന്നും പറഞ്ഞ് നോക്കിയിരുന്നിട്ടൊന്നും നടക്കത്തില്ലേ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തി ജീവിച്ചാൽ അത്രയും കൂടെ ഹാപ്പിനെസ് ആയിരിക്കും. പിന്നെ ഉള്ളതിൽ നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കും. അതാണ് ഞാൻ ഓർക്കുന്നത്. എന്താണോ ഇപ്പോൾ ഉള്ളത് അതിൽ നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ ദൈവത്തിനും കൂടെ നമുക്ക് വീണ്ടും വീണ്ടും തരാൻ തോന്നും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രോൺസിൻ്റെ മസാലയൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ച് ഇപ്പോൾ നമ്മുടെ അരിയുടെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് നെയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിട്ടാണ് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കാൻ നോക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി അരി എനിക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടി തോന്നിയിട്ട്. ഞാൻ ഗീ റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലാത്ത രീതിയിൽ ആദ്യം അരി വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ വേവ് കൂടിപ്പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ആ നെയ്യിൽ ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് പിന്നെ വെള്ളം ചേർത്ത് കൊടുത്ത്, ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടാക്കുമ്പോൾ നന്നായിട്ട് വിട്ട് വിട്ട് റൈസ് ഇരിക്കുന്നതായിട്ടും അതുപോലെ തന്നെ അധികം വെന്തൊക്കെ പോകാതെ കറക്റ്റ് പാകത്തിൽ കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയണേ. അപ്പോൾ പിന്നെ എന്താ, വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഫാമിലി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊക്കെ ഒന്ന് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. സുബിനാണ് എല്ലാ ദിവസവും ഇങ്ങനെ ഇവിടെ എത്താറാകുമ്പോൾ ഏകദേശം വിളിക്കുവേ. നമ്മുടെ ഷോപ്പുള്ളത് ദാദർ എന്ന് പറയുന്ന സ്ഥലത്താണ്, മുംബൈയിൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ തന്നെ 1 മണിക്കൂർ ദൂരമുണ്ട്. ഇപ്പോൾ ഇവിടെ എത്താറാകുമ്പോൾ ഏകദേശം എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിച്ച് വിളിക്കും. അപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ പറയുമ്പോൾ അതനുസരിച്ചാണ് വാങ്ങിച്ചുകൊണ്ടൊക്കെ വരുന്നത്. അപ്പോൾ ഇന്നും വിളിക്കുവാണ്, എന്താ നമ്മൾ വൈകിട്ട് ഉണ്ടാക്കുന്നത്, എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്കിനി ഒരു ചെറിയ കേക്ക് ഓൺലൈനിൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും റെഡിയായി. ഇനി നമ്മൾ ദമ്മും കൂടെ ഇടാൻ വേണ്ടി ഞാനിങ്ങനെ വെക്കും. അപ്പോഴത്തേക്ക് സുബിൻ വന്നായിരുന്നു. സുബിൻ ആ വീഡിയോ എടുത്തായിരുന്നു. അപ്പം ഞാൻ ചെമ്മീനൊക്കെ ആദ്യം ഏറ്റവും താഴത്തെ ലെയറിൽ ചെമ്മീനും അതുപോലെ തന്നെ നമ്മുടെ വറുത്ത് വെച്ച നട്ട്സ് അതുപോലെ തന്നെ ഓണിയൻസ് അതെല്ലാം ഒന്ന് സെറ്റാക്കി പയ്യെ പയ്യെ ലെയർ ലെയർ ചെയ്ത് കൊടുത്തിട്ട് ദം ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ.
അപ്പം എന്നെപ്പോലെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുമൊക്കെ ഇങ്ങനെയാണോ എന്ന് പറയണം. ഇങ്ങനെ അല്ലെങ്കിൽ തന്നെ ഇതുപോലത്തെ കൊച്ചു കൊച്ചു ദിവസങ്ങളിലൊക്കെ അതൊക്കെ ഒരു വെറും ദിവസങ്ങളായിട്ട് തള്ളി നീക്കാതെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ മെമ്മറീസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ തന്നെ ട്രൈ ചെയ്താൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ആരും ഓർക്കാറില്ല അങ്ങനെയൊക്കെ ശരിയാ. ചിലപ്പോൾ എല്ലാവരും മറന്നൊക്കെ പോകും. പക്ഷേ എങ്കിലും നമുക്ക് ആ ഒരു ഡേ മെമ്മറി ആക്കണമെങ്കിൽ നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്താൽ ചെറിയൊരു സന്തോഷം അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു ഫുഡായാലും നമ്മുടെ വീട്ടിലുള്ളത് നല്ലത് ഉണ്ടാക്കി കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അത് തന്നെ. നമ്മളിത് കാണിച്ചു കൊടുത്താൽ നാളെ നമ്മുടെ മക്കൾക്കും അതങ്ങനെ തന്നെ ചെയ്യാനായിട്ട് തോന്നും കേട്ടോ. ചിലരുണ്ടല്ലോ ഒന്നും ഓർക്കത്ത് പോലുമില്ല, ഒന്ന് ഫാമിലിയിലായാലും ആരും ഒന്ന് വിളിക്കുകയോ വിഷ് ചെയ്യുകയോ ഒക്കെ ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്. അവരുടെ വീടുകളിൽ അങ്ങനെ അതൊന്നും ഒരു ശീലമല്ല കേട്ടോ. അപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിലായാലും നമ്മുടെ വീട്ടിൽ അങ്ങനെ ബർത്ത്ഡേക്കൊക്കെ വിളിച്ച് വിഷ് ചെയ്യുവോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലായിരുന്നേ. നമ്മളൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് എൻ്റെ വീട്ടിലും അങ്ങനെയൊക്കെ നമ്മൾ വിളിച്ച് വിഷ് ചെയ്യാനൊക്കെ തുടങ്ങിയത് കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചസുകളൊക്കെ നമ്മുടെ വീട്ടിൽ അങ്ങനെ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്താൽ തന്നെ നല്ലൊരു കാര്യമാണ്. അത് നമുക്ക് സന്തോഷമല്ലേ ഒന്ന് വിളിച്ച് വിഷ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ ഏകദേശം കഴിഞ്ഞ് ഇനി ഞാൻ ദമ്മിൽ വെക്കാൻ വേണ്ടി പോവാണേ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ. സംഭവം നല്ല പൊളിയായിരുന്നു. ടേസ്റ്റായിരുന്നു. പിന്നെ എനിക്ക് ചെറിയൊരു ഇതായിട്ട് പറയുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും പറയാനുള്ളൂ. ചെറുതായിട്ട് അരി കുറച്ചും കൂടെ വേഗമായിരുന്നൂന്ന് തോന്നിയ പോലെ ഒരു പൊടിക്ക് കേട്ടോ. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ വേകേണ്ടതായിരുന്നെങ്കിൽ വേകാനുള്ള സമയം കഴിഞ്ഞായിരുന്നേ. വീണ്ടും സ്റ്റീമിൽ ഞാനിങ്ങനെ ദമ്മിലൊക്കെ വെച്ചപ്പോഴൊക്കെ നമ്മൾ വെച്ചല്ലോ. പക്ഷെ എന്നാലും ഒരു പൊടിക്ക് കൂടെ വേകാനുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യം മറ്റേ നമ്മുടെ വറക്കുവൊക്കെ ചെയ്യുമ്പോൾ ആ സമയത്ത് വെന്തില്ലേ പിന്നെ ഇനി വേകാത്തത് കൊണ്ടാണോന്നറിയില്ല. ചെറിയൊരു വേവിൻ്റെ കുറവ് എനിക്കുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു കേട്ടോ. അതൊഴിച്ചാൽ ബാക്കി ടേസ്റ്റും ഒക്കെ സൂപ്പറായിരുന്നു കേട്ടോ. മസാലയൊക്കെ നല്ല സൂപ്പർ മസാലയായിരുന്നു. എല്ലാം നല്ല പൊളിയായിരുന്നു കേട്ടോ. ഇനിയൊരു സങ്കടം പറയാനുള്ള എന്നാന്ന് വെച്ചാലേ ഇതെല്ലാം കഴിച്ചിട്ട് ഇത് കഴിക്കുന്നതിൻ്റെ എക്സ്പ്രഷൻ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ കറണ്ട് പോയി കേട്ടോ. ഈ കേക്ക് അങ്ങോട്ട് മുറിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ കറണ്ട് പോയേ. അതുകൊണ്ട് പിന്നെ കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ സുബിൻ എനിക്കൊരു ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ. ചുരിദാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നിമ്മിക്കും അപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നും ഞാൻ പിന്നെ ഒരു ദിവസം ഇടുമ്പോൾ കാണിക്കാം കേട്ടോ.